ഗോവിന്ദ ವಿಶೇಷವಾಗಿ ನಾವು ವಣ್ಣಾರ್ಥ ಭಗವತಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಇವತ್ತು ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಪುನಃ ಪ್ರತಿಷ್ಠಾ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಎರಡನೇ ದಿವಸದಲ್ಲಿದ್ದೇವೆ. ವಿಶೇಷವಾಗಿ ನಿನ್ನೆ ನಮಗೆ ಬೆಳಿಗ್ಗೆ ಧಾರ್ಮಿಕ ಸಭೆಯನ್ನು ಎಡನೀರು ಮಠಾಧೀಶರಾದ ಶ್ರೀ ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಭಾರತಿಯವರು ಉದ್ಘಾಟಿಸಿದ್ದಾರೆ. ಕ್ಷೇತ್ರ ತಂತ್ರಿಯವರು ಸಹ ನಿನ್ನೆ ಸಂಜೆ ಅವರಿಗೆ ಪೂರ್ಣಕುಂಭ ಸ್ವಾಗತ ನೀಡಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಈಗಾಗಲೇ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ಕೆ ತೊಡಗಿಕೊಂಡಿದ್ದಾರೆ. ನಾಳೆ ಶ್ರೀ ಕ್ಷೇತ್ರದ ಪ್ರತಿಷ್ಠಾಪನೆ ನಡೆಯಲಿಕ್ಕಿದೆ. நம்ம മലയാളത്തിലെല്ലാം അറിയുന്നുണ്ട്, ഞാൻ കന്നഡത്തിൽ പറഞ്ഞു സ്വാമി കറക്റ്റ് പറഞ്ഞു കേട്ടോ. എനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും, പറയാൻ പറ്റും. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്ന സ്വാമികളെ ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നമ്മൾ ഈ ഭഗവതി വണ്ണാർത്ത് ഭഗവത് ക്ഷേത്രം നല്ലൊരു ബന്ധമാണ്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചു വേണം അവിടെ ചെയ്യാൻ. അങ്ങനെ പിന്നെ നിശബ്ദമായിട്ടുള്ള വാദ്യമേളങ്ങളൊന്നും ഇല്ലാതെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചിന്മയ സ്വാമീജി വന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ പരിപാടിക്ക്. അപ്പൊ ഞങ്ങളിത് ഒരു തറവാടിന്റെ അതിനപ്പുറത്ത് ഒരു ക്ഷേത്രം എന്ന് പറയുന്ന എല്ലാ ജാതി മതങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്. വിശേഷമായി നായർ സമുദായം നമുക്ക് എല്ലാം പിന്തുണയോടെ നമ്മൾ എല്ലാ ആ രീതിയിലാണ് നടക്കുന്നുണ്ട്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ നാളെ കൊടിയൂർ ശ്രീ മാതാനന്ദമയി ഇവിടെ രാവിലെ വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം കർണാടക സ്റ്റേറ്റിലെ അറിയപ്പെടുന്ന ധാർമ്മിക ക്ഷേത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സ്വാമീജിയാണ് ഈശവിട്ടല സ്വാമീജി. അദ്ദേഹം നമ്മുടെ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമമായിട്ട് നല്ലൊരു ബന്ധമാണ്. നിത്യാനന്ദാശ്രമമായിട്ട് നല്ലൊരു ബന്ധമാണ്. അപ്പോ കഴിഞ്ഞ നമ്മളൊരു ബ്രഹ്മകലശത്തില് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ സ്വാമിയോട് നമ്മൾ ഇൻവിറ്റേഷൻ ആയിരുന്നു. പിന്നെ സ്വാമിയോട് ഞാൻ പറയുണ്ടായി നമ്മുടെ തറവാടുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ സ്വാമി തീർച്ചയായിട്ടും ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടാതെ ഇന്ന് സ്വാമിക്ക് 2-3 പരിപാടി ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ തറവാടിലേക്ക് എത്തിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വാമി വെളുത്തങ്കടിയിലാണുള്ളത്, മൂടിബിദ്രയിലാണുള്ളത്. ഒരുപാട് ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടി അദ്ദേഹത്തിന്റെ സേവനങ്ങളോട് മനംമാറ്റം കൊല്ലൂരിലെ ആശ്രമം ചെയ്ത ഒരാളാണ്. കൊല്ലൂർ ആശ്രമമുണ്ട്. ഒരുപാട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. കൂടാതെ നമുക്കൊരു അദ്ദേഹം മലയാളം കൂടെ അറിയുന്നു പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ്. അപ്പോ ഇപ്പോൾ ഇവിടെ എത്തിയ സ്വാമിക്ക് നമ്മൾ എല്ലാവരും പൂർണ്ണകുംഭത്തോട് സ്വാഗതം ചെയ്തു. ഇപ്പൊ ഈ പരിപാടിക്ക് ഭാഗമായി സ്വാഗതം ചെയ്യാൻ വേണ്ടി തറവാട്ടിലെ കുഞ്ഞിക്കണ്ണ നായർ നമ്മൾ ക്ഷണിച്ചു കൊടുക്കും. സ്വാമിജി, അതുപോലെ നമ്മുടെ ക്ഷേത്ര തന്ത്രി അവർ, മറ്റുള്ള ആഘോഷ കമ്മിറ്റിയുടെ നമ്മുടെ കൽസാട്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൃഷ്ണൻ നായർ, മറ്റു നമ്മുടെ വണ്ണാരത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ സ്ഥാനികൻ ശ്രീ മനോജ് പച്ചങ്കാട്, മറ്റുള്ള വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം നമുക്ക് കൈവന്നതിൽ വളരെയധികം സന്തോഷം എന്ന് ഭക്തിയുടെ ഒരു നിറകൂടമാണ് നമ്മൾ ഇന്നും ഇന്നലെയുമായി ഇവിടെ നടന്നു വരുന്നത്. എന്തിന് ഏറെ പറയുന്നു, ഇങ്ങനെയുള്ള മഹൽ പൂജ്യന്മാർ, അതായത് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെപ്പറ്റി നന്നായി അറിയാനും നമുക്ക് ബോധ്യപ്പെടുത്തുവാനും സാധിക്കുന്ന സ്വാമിജിമാർ വന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒരു മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേവന്റെയും ഈ വണ്ണാരത്ത് ഭഗവതിയമ്മയുടെയും പുണ്യഭൂമിയായ പ്രദേശം ഒരു ഐശ്വര്യ സമ്പൂർണമായ ഒരു ചടങ്ങ് നടത്താൻ നമുക്കൊക്കെ ഈ സാധിച്ചതിൽ അതിയായ സന്തോഷവും അറിയിച്ചുകൊണ്ടും
ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ബഹുമാനപ്പെട്ട സ്വാമിജിയെയും സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം ഡോക്ടർ ഭരതൻ അവർകളെ ഈ യോഗത്തിന്റെ അധ്യക്ഷതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല പുഷ്പാദികളെ കൊണ്ട് സ്വാമിജിയെ സ്വീകരിക്കുവാൻ വേണ്ടി ക്ഷണിക്കും. योऽन्त प्रविश्य मम वाचमिमां च प्रसुप्तां सञ्जीवयत अखिल शक्तिधर स्वदाम्न अन्यञ्च हस्त चरण श्रवणत्वगादीन् प्राणन्नमो भगवते पुरुषाय तुभ्यं नारायणं सुरगुरुं जगदेकनाथं भक्तप्रियं सकललोकनं प्रसञ्च त्रैगुण्यमर्जितम् अजं विवाद्यं ईशं वन्दे भवग्नम् अमरासुरसिद्ध्यवन्द्यं मूकाम्बिका कृपालोकात् आकाङ्क्षिकफलप्रद മൂക്കാൻ കൃതമേ ശത്രും ഏകാന്തിക ജനപ്രിയ. എനിക്ക് വളരെ സന്തോഷമായി. ഞാനൊരു കുറച്ചുകൂടെ മലയാളത്തിൽ സംസാരിക്കുക, പിന്നെ കന്നഡത്തില് പറയാം. അൾട്ടിമേറ്റ്ലി എനിക്ക് നല്ല സന്തോഷമായി. ഇതൊരു എനിക്ക് തോന്നുന്നത് ഞാൻ ഭഗവതിന്റെ ഉപാസകനാണ്, മൂകാംബികന്റെ ഒരു ഉപാസകൻ. എൻ്റെ ഒരു ആശ്രമം മൂകാംബിക്കലുണ്ട്. സോ എനിക്ക് കൊടച്ചാദ്രി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്ഥലമാണ്. സോ ഇത് കൊടച്ചാദ്രിന്റെ മൂകാംബിക്കന്റെ ഒരു സങ്കല്പം, ഒരു ഡിവൈൻ സങ്കല്പമാണെന്ന് എനിക്ക് അഖിലേഷിന്റെ എനിക്കൊരു എന്താ ഒരു നല്ല ഹാപ്പി സിറ്റുവേഷൻ ആണ് എനിക്ക്. കാരണം ഇതൊരു അതിഥി എന്ന് പറയാനുണ്ട്. അതിഥി പറഞ്ഞാൽ ഒത്തിഥി ഇല്ലാതെ ആൾ വന്നാൽ അത് അതിഥിയാണ്, ഗസ്റ്റ് ഇപ്പൊ അല്ലേ. ഇത് നാളെ ബ്രഹ്മകലശം എല്ലാം പ്രതിഷ്ഠാ കാര്യക്രമം എല്ലാം ഉണ്ട്. ഞാൻ അമ്മയുടെ പ്രാർത്ഥിക്കുക നല്ല ആവട്ടെ എല്ലാവർക്കും. ഇത് എനിക്ക് ഇന്ന് സന്തോഷ ഇത് പറഞ്ഞാൽ ഇവിടെ ഒരു സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ധ്യാന സ്വരൂപി ദേവി, ഒരു അതാണ് എനിക്ക് ഭയങ്കര ശാന്ത സ്വരൂപി ദേവി എന്ന് പറഞ്ഞത്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ, യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിദ്യ ശക്തി എല്ലാം നല്ല ഒരു എല്ലാവർക്കും ഇതാവട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കന്നഡത്തിൽ സംസാരിക്കാൻ മതിയല്ലേ? ಅರ್ಥಾಪಣ ಇದು ಈಗ ತುಂಬಾ ಜನ ನೀವು ಸೇರಿದ್ದೀರಿ. ನಾನು ಏನು ಹೇಳಲಿಲ್ಲ ನಿಮ್ಗೆ ಯಾರಿಗೂ, ನನ್ಗೆ ಗೊತ್ತೂ ಇಲ್ಲ ಇದು. ಯಾಕಂದ್ರೆ ಅಖಿಲೇಶ್ ನನ್ಗೆ ಒಂದು ವಾರದ ಪರಿಚಯ ಆದದ್ದು. ಅಖಿಲೇಶ್ ನನ್ನ ಕರೆದ್ರು ಇದೆಲ್ಲ ಒಂದು ದೇವಿ ಸಂಕಲ್ಪ ಇರ್ಬೋದು. ಈ ಜನ ಸೇರಿಸ್ಲಿಕ್ಕೆ ಭಾರಿ ಕಷ್ಟ ಇದೆ ನೋಡಿ, ಅಷ್ಟು ಈಸಿ ಇರುವುದಿಲ್ಲ. ಇಷ್ಟ ಆದ್ರೂ ನೀವು ಹೇಳಿ, ನಾನು ತುಂಬಾ ದೇವಸ್ಥಾನಕ್ಕೆ ಈ ಸಾರಿ ಬ್ರಹ್ಮಕಲಶಕ್ಕೆ ಹೋಗಿದ್ದೇನೆ. ನಿಜ ಹೇಳುವುದಾದರೆ ಅಲ್ಲಿ ಆ ಬ್ರಹ್ಮಕಲಶದಲ್ಲಿ ಇದರ ಅರ್ಧದಷ್ಟು ಜನ ಇರ್ಲಿಲ್ಲ. ಕೋಟಿಗಟ್ಟಲೆಯ ದೊಡ್ಡ ದೊಡ್ಡ ದೇವಸ್ಥಾನಗಳಲ್ಲಿ ಇದರ ಅರ್ಧದಷ್ಟು ಜನ ಇರ್ಲಿಲ್ಲ. ಸತ್ಯ ಹೇಳ್ತೇನೆ. ಇದು ನೀವು ಅದಕ್ಕೆ ನನಗೆ ಖುಷಿ ಕೊಟ್ಟದೇನಂತ ಹೇಳಿದ್ರೆ, ತುಂಬಾ ಮುಗ್ಧ ಹೃದಯಗಳು ನೀವು ಸೇರಿದ್ದೀರಿ. ಅದು ನನಗೆ ದೇವರಿಗೆ ಯಾವತ್ತು ಮುಗ್ಧತೆ ಭಾರಿ ಇಷ್ಟ, ಅದು ಭಾರಿ ಇಷ್ಟ. ನೀವು ನಾನ್ ನಿಮ್ಮ ಹತ್ರ ಒಂದೇ ಹೇಳುದು ಏನಂತ ಹೇಳಿದ್ರೆ, ನೀವು ದೊಡ್ಡ ದೊಡ್ಡ ಸಾಧನೆ ಅದು ಮಾಡದಿದ್ರು ಏನ್ ತೊಂದ್ರೆ ಇಲ್ಲ, ಮುಗ್ಧತೆಯನ್ನು ಉಳಿಸಿಕೊಳ್ಳಿ. ಅವಾಗ ಸಾನ್ನಿಧ್ಯ ತನ್ನಷ್ಟಕ್ಕೆ ಅಭಿವೃದ್ಧಿ ಆಗ್ತದೆ. ಏನು ನೀವು ಜನ ಸೇರಿಸ್ಲಿಕ್ಕೆ ನೋಡಿ ಅಷ್ಟು ಸುಲಭದ ವಿಷಯ ಅಲ್ಲ ಜನ ಸೇರಿಸುವಂತದ್ದು. ತಮಾಷೆಗೆ ಹೇಳೋದಿದೆ ಏನಂದ್ರೆ, ಒಬ್ಬ ಊರಿನಲ್ಲಿ ಒಬ್ಬರು ಯಜಮಾನ್ರಿದ್ರಂತೆ, ಲೀಡರ್ ಇದ್ರು. ಅವರ ನಾಯಿ ಒಂದು ದಿನ ಬಾವಿಗೆ ಬಿತ್ತು. ಆ ಬಾವಿಗೆ ಬಿದ್ದಾಗ ಇಡೀ ಊರು ಒಟ್ಟಾಯ್ತಂತೆ ಆ ನಾಯಿ ತೆಗಿಲಿಕ್ಕೆ. ಒಂದು ದಿನ ಅವ್ರ ಯಜಮಾನ್ರೆ ಬಿದ್ರಂತೆ ಬಾವಿಗೆ, ಯಾರು ಬರ್ಲಿಲ್ಲ, ಯಾವ ನಾಯಿ ಹೋಗ್ಲಿಲ್ಲ. ಜನರಿಗೆ ಏನಂತ ಹೇಳಿದ್ರೆ, ಲಾಭ ಇದ್ರೆ ಹೋಗ್ತಾರೆ, ಲಾಭ ಇಲ್ಲದ್ರೆ ಜನ ಹೋಗುದಿಲ್ಲ. ಹಾಗೆ ನೀವು ಏನು ಲಾಭ ಇಲ್ಲದೆ ನೀವೆಲ್ಲ ಇಷ್ಟು ಜನ ಬಂದಿದ್ದೀರಿ, ಅದು ನನಗೆ ಒಂದು ದೇವರ ಎದುರುಗಡೆ ಎಲ್ಲ ನೀವು ಒಟ್ಟಾಗಿದ್ದೀರಿ. ಮತ್ತೆ ಆಶೀರ್ವಚನ ಮಾಡುವಂತದ್ದು ಏನ್ ಮಾಡೋದು ನಂಗೆ ಗೊತ್ತಿಲ್ಲ. ನಾನು ಎಷ್ಟೋ ಕಡೆಯಲ್ಲಿ ಹೇಳುದಿದೆ, ನಾನು ಸ್ವಲ್ಪ ಹ್ಯೂಮರಸ್ ಆಗಿ ಮಾತಾಡುದು, ನಾನು ಎಷ್ಟೋ ಕಡೆಯಲ್ಲಿ ಹೇಳುದಿದೆ. ನನ್ನ ಒಂದು ಕಡೆಯಲ್ಲಿ ಆಶೀರ್ವಚನ ಇತ್ತು ನಮ್ದು,
ಆಶೀರ್ವಚನ ಇರುವಾಗ ನನ್ನನಿಗೆ ಸೈಡಲ್ಲಿ ಕೂತ್ಕೊಳ್ತಿದ್ರು. ಆವಾಗ ಅಲ್ಲಿ ನಾನು ಸೈಡಲ್ಲಿ ಕೂತ್ಕೊಳ್ತಾ ಇರುವಾಗ ಎಲ್ಲರ ಆಶೀರ್ವಚನ ನನ್ನ ಕಡೆಗೆ ನನ್ನ ಸ್ಪೀಚ್ ನಂದು. ಆವಾಗ MC ಮಾಡೋರು ಹೇಳಿದ್ರು ನನ್ನ ಹತ್ರ, ಈ ಅಲ್ಲಿ ಮೈಕಲ್ಲಿ ಹೇಳಿದ್ರು, ಈಗ ಕೇಮಾರ ಸ್ವಾಮೀಜಿ ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ, ಊಟ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ಬಹುದು ಅಂತ ಹೇಳಿದ್ರು. ನನ್ನನ್ನು ಯಾಕೆ ಕರೆದಿದ್ದಾರೆ ಅಂತೇಳಿ ಗೊತ್ತಿಲ್ಲ. ಒಟ್ಟು ಒಂದು ತಮಾಷೆಗಾಗಿ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮಾಡ್ತಾರೆ. ಇಲ್ಲೊಂದು ಪಾಪ ಮುಗ್ಧ ರೀತಿಯಲ್ಲಿ ನೀವೆಲ್ಲ ಕಾರ್ಯಕ್ರಮ ಮಾಡಿದ್ದೀರಿ. ದೇವ್ರು ನಿಮ್ಗೆ ಖಂಡಿತ ಒಳ್ಳೇದು ಮಾಡ್ತಾರೆ. ಮತ್ತೆ ಈಗ ನಿಮ್ಮ ಹತ್ರ ನೀವು ತುಂಬಾ ತಾಯಿಯಂದಿರು ಸೇರಿದ್ದೀರಿ. ನನಗೆ ಖುಷಿ ಕೊಟ್ಟದು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಾನು ಆವಾಗಲೇ ಹೇಳಿದೆ, ತಾಯಿ ಒಂದು ಸಂಸ್ಕಾರದ ಕೇಂದ್ರ ಬಿಂದು. ಈ ಜಗತ್ತಲ್ಲಿ ತಾಯಿಯ ತೊಡೆಗಿಂತ ದೊಡ್ಡ ಮಠ ಮಂದಿರ ಯಾವುದೇ ಇಲ್ಲ. ತಾಯಿಯ ತೊಡೆ ಒಂದು ಸಂಸ್ಕಾರದ ಕೇಂದ್ರ ಆಗಬೇಕು. ನೀವು ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆಯ ಸಂಸ್ಕೃತಿಯನ್ನು ಕಳಿಸಿ. ಈಗ ನೋಡಿ, ಮಕ್ಕಳೆಲ್ಲ ಟೆಕ್ನಾಲಜಿಯಲ್ಲಿ ತುಂಬಾ ಫಾಸ್ಟ್ ಆಗಿದ್ದಾರೆ. ಈಗ ನೋಡಿ, ನಮ್ಮ ಮೊಬೈಲ್ ಎಲ್ಲ ನಮ್ಗೆ ಆಪರೇಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ, ಆದ್ರೆ ಮಕ್ಕಳದನ್ನು 3ನೇ ಕ್ಲಾಸ್ನ ಮಕ್ಕಳದನ್ನು ಮೊಬೈಲ್ ಆಪರೇಟ್ ಮಾಡ್ತಾರೆ. ಆದ್ರಿಂದ ಅಷ್ಟು ಮಕ್ಕಳಿಗೆ ನೋಡಿ, ಮೊಬೈಲ್ ಮಾತ್ರ ಮಕ್ಕಳಿಗೆ ಮಾರ್ಕ್ ಜಾಸ್ತಿ ಸಿಗ್ತದೆ. ಈಗ ನೋಡಿ ಅಂತೆ, ನಾನು ಮೊನ್ನೆ ಒಂದು ಮಗುವಿಗೆ ಸನ್ಮಾನ ಮಾಡಿದೆ, 600ಕ್ಕೆ 600 ಮಾರ್ಕ್, 600 ಔಟ್ ಆಫ್ 600 ಅಲ್ಲಿ 600 ಮಾರ್ಕ್ ಸಿಕ್ಕಿದೆ. ನಮ್ಗೆಲ್ಲ ನೋಡಿ, ಸಣ್ಣದಿರುವಾಗ 35 ಮಾರ್ಕ್ ಅಂದ್ರೆ ದೊಡ್ಡ ವಿಷಯ. ಆವಾಗ ನಾವು ಲಾಡೆಲ್ಲ ಕೊಡ್ತಿದ್ದೆವು. 35 ಮಾರ್ಕಿನವರಿಗೆ ಕೆಲಸ ಸಿಕ್ತಿತ್ತು. ಈಗ 98 ಸಿಕ್ಕಿದ್ರು ಕೆಲಸ ಸಿಕ್ಕುವುದಿಲ್ಲ, ಏನು ಪ್ರಯೋಜನ ಇರುವುದಿಲ್ಲ. ಮಕ್ಕಳಿಗೆ ನೋಡಿ ಮಾರ್ಕ್ ಸಿಗ್ತದೆ, ಟೆಕ್ನಾಲಜಿ ಎಲ್ಲ ಬಾರಿ ಫಾಸ್ಟ್ ಇದ್ದಾರೆ. ಆದ್ರೆ ಮಕ್ಕಳಿಗೆ ಈಗ ಕೊರತೆ ಆದ ಆತ್ಮಶಕ್ತಿ ಇಲ್ಲ. ಮಕ್ಕಳಿಗೆ 1-2% ಮಾರ್ಕ್ ಕಡಿಮೆ ಬಿದ್ದಾಗ ಸುಸೈಡ್ ಮಾಡ್ಕೊಳ್ತಾರೆ. 2-3% ಕಡಿಮೆ ಬಿದ್ದಾಗ ಸುಸೈಡ್ ಆದ್ರೆ ಮಕ್ಕಳಿಗೆ ಒಂದು ಆತ್ಮಶಕ್ತಿ ತುಂಬುವಂತ ಕೆಲಸ ಮಾಡಿ. ಮಕ್ಕಳಿಗೆ ನೋಡಿ, ಸಣ್ಣಗಿಂದಲೇ ನೀವು ತಾಯಿಯಂದಿರು ಮೊಬೈಲ್ ಕೊಡೋದಲ್ಲ. ನೋಡಿ, ಈಗ ಮುಂಚೆ ನಮ್ಗೆ ನೋಡಿ, ಸಣ್ಣಗಿರುವಾಗ ನಮ್ಗೆ ಸಮಾಧಾನ ಮಾಡ್ಲಿಕ್ಕೆ ನಮ್ಗೆ ಇದ್ದದ್ದು ಅಜ್ಜ ಮತ್ತು ಅಜ್ಜಿ ಇದ್ರು. ನಮ್ಗೆ ಅಜ್ಜಿ ಸಮಾಧಾನ ಮಾಡಿ. ಈಗ ಅಜ್ಜಿ ಇಲ್ಲ. ವಿಭಕ್ತ ಕುಟುಂಬ, ಕೂಡು ಕುಟುಂಬ ಇಲ್ಲ. ನಮ್ಗೆ ನೋಡಿ, ಈಗ ಮಕ್ಕಳನ್ನು ಸಮಾಧಾನ ಮಾಡೋದು ಯಾರು? ಮೊಬೈಲ್. ನೀವು ಮಗುವಿಗೆ ಮೊಬೈಲ್ ಕೊಟ್ಟು ಬಿಡ್ರಿ, ಮೊಬೈಲ್ ಆನ್, ಮಗು ಆಫ್. ಆ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನಮ್ಮ ಸಮಾಜ ನಡೀತಾ ಇದೆ. ಆದ್ರಿಂದ ಸ್ವಲ್ಪ ಮಕ್ಕಳಿಗೆ ಒಂದು ಅವೇರ್ನೆಸ್ ಕೊಡಿ. ಡೈಲಿ ಬನ್ನಿ, ಜಪ ಮಾಡಿ, ಅನುಷ್ಠಾನ ಮಾಡಿ, ಒಳ್ಳೆಯ ಚಿಂತನೆ ಮಾಡಿ, ಸತ್ಸಂಗ ಮಾಡಿ, ಒಳ್ಳೆಯ ಭಗವದ್ಗೀತೆ ಓದಿ, ರಾಮಾಯಣ ಮಹಾಭಾರತ ಇದನ್ನು ಓದಿ. ಒಂದು ದಿವಸಕ್ಕೆ ಒಂದಾದರೂ ಭಗವದ್ಗೀತೆಯ ಶ್ಲೋಕವನ್ನು ಮಕ್ಕಳಿಗೆ ಕಲಿಸ್ತೇನೆ ಅಂತೇಳಿ ಇದು ಮಾಡಿ, ಸಂಕಲ್ಪ ಮಾಡಿ ಅಂತೇಳಿ ಹೇಳಿ. ಮತ್ತೆ ಹೆಚ್ಚು ಮಾತಾಡೋ ಹೊತ್ತಲ್ಲ, ನನ್ಗೆ ಇನ್ನು ದೂರ ಹೋಗ್ಬೇಕು. ಎಲ್ರಿಗೆ ನೋಡಿ, ಕಷ್ಟ ಬಂದಾಗ, ದುಃಖ ಬಂದಾಗ ನಾವು ದೇವರ ಸ್ಮರಣೆಯನ್ನು ಮಾಡ್ಬೇಕು. ನಾವು ದೇವರಿಗೆ ಕನೆಕ್ಟ್ ಆಗ್ಬೇಕು. ನೋಡಿ, ನಾವು ಇವತ್ತು ದೇವರಿಗೆ ಕನೆಕ್ಟ್ ಆಗ್ಲಿಲ್ಲ. ನಾವು ದೇವರಿಗೆ ಕನೆಕ್ಟ್ ಆದ್ರೆ ನಮ್ಮ ಎಲ್ಲ ಸಮಸ್ಯೆಗಳು ಪರಿಹಾರ ಆಗ್ತದೆ. ದೇವರಿಗೆ ಕನೆಕ್ಟ್ ಹೇಗಾಗುದು? ಭಗವದ್ಗೀತೆ ಹೇಳ್ತದೆ, ಸತತಂ ಕೀರ್ತಯಂತೋ ಮಾ ಯಚಂಚ ದೃಢವ್ರತಾಹ ನಮಸ್ತ್ಯಂಚ ಮಾಂ ಭಕ್ತ ನಿತ್ಯಯುಕ್ತ ಉಪಾಸತೆ ಅಂತ ಹೇಳ್ತಾರೆ. ಏನಂತ ಹೇಳಿದ್ರೆ, ದಿನನಿತ್ಯ ನೀವು ದೇವರ ಸ್ಮರಣೆ, ರಾಮನಾಮ, ಕೃಷ್ಣನಾಮವನ್ನು ಮಾಡು ಅಂತೇಳಿ ಹೇಳ್ತದೆ. ನಾವ್ ಏನ್ ಮಾಡ್ಬೇಕಂತ ಹೇಳಿದ್ರೆ, ದಿನನಿತ್ಯ ರಾಮನಾಮ, ಕೃಷ್ಣನಾಮವನ್ನು ಮಾಡುವಂತ ಕೆಲಸವನ್ನು ಮಾಡ್ಬೇಕು. ನಾನು ಎಲ್ರಿಗೆ ರಾಮನಾಮ ಉಪದೇಶ ಕೊಡ್ತೇನೆ. ನಿಮ್ಗೆ ಕಷ್ಟ ಬಂದಾಗ, ದುಃಖ ಬಂದಾಗ ರಾಮನಾಮ, ಕೃಷ್ಣನಾಮವನ್ನು ಮಾಡಿ. ನಿಮ್ಗೆ ಸಮಸ್ಯೆ ಬಂದಾಗ ರಾಮನಾಮ, ಕೃಷ್ಣನಾಮ ಜಾಸ್ತಿ ಮಾಡಿ. ಮೊದಲು ನಾನು ಉಪದೇಶ ಕೊಡ್ತೇನೆ, ನಂತರ ನೀವು ಮಾಡಿ. ನಾನು ಹೇಳ್ತೇನೆ, ಆ ನಂತರ ನೀವು ಹೇಳ್ಬೇಕು. ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ, ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ, ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ. ಎಷ್ಟು ತಾಕತ್ತುಂಟು ಅಷ್ಟು ಜಪ ಮಾಡಿ. ದೇವರು ಇದ್ದಾರ ಅದು ಬೇರೆ ವಿಷಯ. ಮುಂದೆ ಅಮೆರಿಕದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಸಭೆ ಆಯ್ತಂತೆ. ಏನಂತೇಳಿ, ಒಬ್ಬ ದೇವರನ್ನು ನಂಬುವ ನಾಸ್ತಿಕ 1 ಗಂಟೆ ಭಾಷಣ ಮಾಡಿದಂತೆ, ದೇವರೇ ಇಲ್ಲ ಅಂತೇಳಿ. ಆವಾಗ ಒಬ್ಬ ಕೆಳಗಿನವ ಬಂದು ಕೇಳಿದ, ಎಂತ ಮರ 1 ಗಂಟೆ ನೀವು ಭಾಷಣ ಮಾಡಿದ್ದೀರಿ ಮರ, ಇಷ್ಟು ಪವರ್ ನಿಮ್ಗೆ ಎಲ್ಲಿಂದ ಬಂತು ಅಂತೇಳಿ ಕೇಳಿದಾಗ, ಅಲ್ಲ ಮೇಲಿದ್ದವನ ಕೃಪೆ ಅಂತ ಹೇಳಿದ್ನಂತೆ. ಹಾಗೆ ದೇವರು ಇದ್ದಾರ ಇಲ್ವಾ ಬೇರೆ ಪ್ರಶ್ನೆ. ಎಲ್ಲಿದ್ರು ದೇವರು ಇದ್ದೇ ಇರ್ತಾರೆ. ಅದರಲ್ಲಿಂದ ನಾಸ್ತಿಕರಿಗೂ ಅದು ಅನುಭವ ಆಗ್ತದೆ. ದೇವ್ರನಿಗೆ ಒಳ್ಳೇದು ಮಾಡ್ಲಿ. ಇದರಲ್ಲಿ ಒಂದು ದೇವಸ್ಥಾನದಲ್ಲಿ, ನಿಮ್ಮ ತರವಾಡಿನ ಈ ದೇವಸ್ಥಾನದ ನನ್ನದೊಂದು ಸಣ್ಣ ವಿನಂತಿ ಏನಂತ ಹೇಳಿದ್ರೆ, ಈ ಆಡಳಿತ ಮಂಡಳಿಯವರ ಹತ್ರ ನೀವು ಬೇಕಾದಷ್ಟು ಎಲ್ಲ ಸೇವೆ ಎಲ್ಲ ಮಾಡ್ತೀರಿ. ಆದ್ರೆ ದಯವಿಟ್ಟು ನನ್ನೊಂದು ಸಣ್ಣ ವಿನಂತಿ ಏನಂತ ಹೇಳಿದ್ರೆ, ಇಲ್ಲಿ
ಇಲ್ಲಿ ಅನ್ನದಾನ ನಿಧಿ ಹಾಗೆಯೇ ಒಂದು ವಿದ್ಯಾನಿಧಿ ಅನ್ನೊಂದು ಪ್ರಾರಂಭ ಮಾಡಿ ಪಾಪದ ಮಕ್ಕಳಿಗೆ ಎಲ್ಲಿಯಾದ್ರೂ ಶಾಲೆಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಇಲ್ಲದಿದ್ರೆ ಅಥವಾ ಪಾಪದ ಮಕ್ಕಳಿಗೆ ಬಟ್ಟೆ ಏನಾದ್ರೂ ಇಲ್ಲದಿದ್ರೆ ಅದಕ್ಕೆ ಒಂದು ಸಹಾಯ ಮಾಡಿ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಾವು ಒಂದಷ್ಟು ಉತ್ಸವ ಮಾತ್ರ ಮಾಡಿದ್ರೆ ನಮ್ಮ ಸಮಾಜ ಒಳ್ಳೇದಾಗುದಿಲ್ಲ. ನಮ್ಮ ಸಮಾಜ ಒಳ್ಳೇದಾಗುವುದ್ರೆ ನಮ್ಮ ಸಮಾಜದ ಕಟ್ಟ ಕಡೆಯ ವ್ಯಕ್ತಿಗೆ ವಿದ್ಯೆ ಸಿಗಬೇಕು. ಆದ್ರಿಂದ ಎಲ್ಲರಿಗೆ ವಿದ್ಯೆ ಕೊಡುವಂತಹ ಕೆಲಸವನ್ನು ಮಾಡಿ, ಪಾಪದವರಿಗೆ ಕಷ್ಟದವರಿಗೆ ಉಪಕಾರ ಮಾಡಿ ಎಲ್ಲ ಒಳ್ಳೇದಾಗ್ತದೆ. ಒಳ್ಳೆ ಕೆಲಸವನ್ನು ಮಾಡಿ ನಾವು ಬಡವರ ಕಣ್ಣೀರು ಒರೆಸಿ ದೇವರಿಗೆ ಕೊಡುವಂತಹ ನೈವೇದ್ಯ ದೇವರಿಗೆ ಮುಟ್ತದೆ ಏನೋ ಗ್ಯಾರಂಟಿ ಏನಿಲ್ಲ, ಅದು ಶಾಸ್ತ್ರ ಮತ್ತು ನಂಬಿಕೆ. ಆದರೆ ನಾವು ಬಡವನಿಗೆ ಕೊಟ್ಟಂತಹ ಅನ್ನ ಒಬ್ಬ ಕೂಗುಕೊಂಡು ಬರುವಾಗ ಅವನ ಕಣ್ಣು ಒರೆಸಿದ್ರೆ ಅದು 100ಕ್ಕೆ 100 ದೇವರಿಗೆ ಮುಟ್ತದೆ ಅಂತೇಳಿ ತಿರುಮುಲ್ಲರು ಹೇಳ್ತಾರೆ. ಹಾಗೆ ನಿಮ್ಗೆಲ್ಲರಿಗೂ ಒಳ್ಳೇದಾಗ್ಲಿ. ನಾಳೆ ಬರುವಂತಹ ಬ್ರಹ್ಮಕಲಶ ಇನ್ನಷ್ಟು ಅಭಿವೃದ್ಧಿಯಾಗಿ ಈ ಕ್ಷೇತ್ರಕ್ಕೆ ನಾನು ಇನ್ನೊಂದು ಸಾರಿ ಬರ್ತೇನೆ, ಆವಾಗ ಇನ್ನಷ್ಟು ಅಭಿವೃದ್ಧಿ ಆಗ್ಲಿ ಅಂತೇಳಿ ನಾನು ಕೃಷ್ಣಾರ್ಪಣೆ ಮಾಡ್ತೇನೆ. ವೇದಿಕೆಯಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ದಾರೆ, ಅವರಿಗೆಲ್ಲ ಒಳ್ಳೇದಾಗಿಲ್ಲ. ಅಖಿಲೇಶ್ ನನ್ನ ಕರೆದಿದ್ರು, ಎಲ್ರಿಗೂ ಒಳ್ಳೇದಾಗ್ಲಿ, ಖುಷಿಯಿಂದ ಇರಿ ಅಷ್ಟೇ ಹೇಳ್ತೇನೆ. ದೇವರು ಒಳ್ಳೇದ್ ಮಾಡ್ತಾರೆ. ಕೃಷ್ಣಾರ್ಪಣೆ. ಮುಂದಿನ ದಿವಸಗಳಲ್ಲಿ ಸಹ ನಮ್ಮ ಜೊತೆ ಸ್ವಾಮಿಗಳಿದ್ದಾರೆ ಅಂತ ಸ್ವಾಮಿಗಳ ಅವರ ಮಾತಲ್ಲಿ ಹೇಳಿದ್ರು. ಖಂಡಿತವಾಗಿಯೂ ನಮ್ಮ ಏಳಿಗೆಯಲ್ಲಿ ನಿಮ್ಮ ಆಶೀರ್ವಾದ ಇರಲಿ ಅಂತ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇನ್ನು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮ ಆಲ್ ಇಂಡಿಯಾ ಯಾದವ ಸಭಾ ಸೆಕ್ರೆಟರಿ ಅಡ್ವೊಕೇಟ್ ರಮೇಶ್ ಅವರು ಆಗಮಿಸಿದ್ದಾರೆ. ಅವರು ಸಹ ಒಂದು ಎರಡು ಮಾತಾಡಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತೇವೆ. ಯಾದವ ಮಹಾಸಭಾ ಆಲ್ ಇಂಡಿಯಾ ಸೆಕ್ರೆಟರಿ ಆಗಿ తెలంగాణ సంస్థ తర్వాత ప్రధానమంత్రి కళ్యాణ్ ఆల్ ఇండియా యాదవ సభ సెక్రటరీ സംപൂജ്യ സ്വാമിജി വിട്ലദാസ് അവർ വേദിയിലെ മറ്റ് പണ്ണാരത്ത് തറവാട്ടിൻ്റെ ആദരണീയ സംഘാടകരെ, നേതാക്കന്മാരെ, മറ്റ് പ്രിയപ്പെട്ട മെമ്പർമാരെ, ഭക്തജനങ്ങളെ, ഞാൻ ഈ തറവാട്ടിലെ ഒരംഗത്തെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് ഇന്നിപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരിപാടികൾക്കല്ലാത്ത ദിനങ്ങളിലും ഭാര്യയും കുടുംബങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ സന്ദർശിക്കാറുണ്ട്. കഴിഞ്ഞ 2-3 മാസത്തിന് മുൻപും ഇവിടെ സന്ദർശിച്ചിരുന്നു. പണ്ണാരത്ത് തറവാട് ഈ ബ്രഹ്മകലശവുമായി ബന്ധപ്പെട്ടിട്ട് 3 ദിവസത്തെ പരിപാടികൾ അതി വിജയകരമായി നടത്തിക്കൊണ്ട് വരികയാണ്. നിങ്ങളെല്ലാ പണ്ണാരത്ത് തറവാട്ടിലെ മെമ്പർമാരുടെ എല്ലാവരുടെയും ഉത്സാഹത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹ സഫലീകരണമാണ് ഇപ്പോൾ നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു യാദവ സമുദായത്തിൽപ്പെട്ട ഒരു തറവാട് എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ഇത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ എന്നും ഈ നടത്തിപ്പ് കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇത്തരമൊരു വേളയിൽ ഇവിടെ വരുവാനും സ്വാമിജിയോടൊപ്പം കുറച്ചു നേരം ഇവിടെ പങ്കെടുക്കുവാനും സാധിച്ചതിനും എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചു വരുത്തി 2 വാക്ക് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതിനും വളരെയധികം നന്ദി എൻ്റെ സംഘാടകരോട് അറിയിക്കുകയാണ്. എല്ലാ വിചാരിച്ചതുപോലെ തന്നെ സംഘാടക സമിതി വിചാരിച്ച പോലെ തന്നെ സർവ്വ ഈശ്വരങ്ങളും എല്ലാ മെമ്പർമാർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ಸಹ್ಯಾದ್ರಿ ಪರ್ವತ, ಪಡ್ಡಾಯಿಟ್ಟು ಪಶ್ಚಿಮ ಘಟ್ಟ, ತೆನ್ಕಾಯಿಟ್ಟು ರಾಮೇಶ್ವರ, ಬಡ್ಕಾಯಿಟ್ಟು ಮುರುಡೇಶ್ವರ, ಇದು ತುಳುನಾಡ ಸೀಮಾ ಪರಿಧಿಗೆ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಸಪ್ತಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಪಂಪೇರು. ಸಪ್ತಭಾಷತ್ ಬಹುಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಎಂಚಂದು ಪಂಡ ಕರಿನ 2017 ಬಜೆಟ್ ಕಡೆ ಎಂಕಲ ವಿಶ್ವಮಟ್ಟದ ತುಳುವರೆ ಆಯನ ಕಾರ್ಯಕ್ರಮ ಮಾನ್ಪುಣಗ 18 ಭಾಷೆ ಪಾತೆರುಣಕ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಡು ಉಳ್ಳೇರು. ಬಜಿ ಕನ್ನಡ ಪಾತೆರುಣಕಲೇ ಒರಂಬ ಬಗೆತ್ತ ಕನ್ನಡ ಪಾತೆರುಣಕಲು ಉಳ್ಳೇರು. ತುಳುಟ್ಲ ವೇ ರೀತಿ ಬೇತೆ ಬೇತೆ ಪಾತೆರುಣಕಲೇರು. ಮಲಯಾಳುಟ್ಲ ಸಾಧಾರಣ ನಮ್ಮ ಈ ಕಾಂಜಂಗಾಡು ಈ ಭಾಗಡು ಮಲಯಾಳ ಪಾತೆರುಣಕಲು ಜೀವಿದೇವಿ ಬೇತೆ, ನಮ್ಮನ ಬದಿಯಡ್ಕ ಆ ಭಾಗಡು ಮಲಯಾಳ ಪಾತೆರುಣಕಲು ಬೇತೆ, ಹೊಸಂಗಡಿ ಭಾಗತ್ತು ñಕ್ಕು ನಿಕ್ಕು ಅನ್ಪುಣ ಆ ಮಲಯಾಳ ಪಾತೆರುಣಕಲು ಬೇತೆ. ಅಂಚ ಬೇತೆ ಬೇತೆ ಭಾಷಾ ವೈವಿಧ್ಯತೆ ಇದ್ದದ್ದು ದೈವಾರಾಧನೆ, ದೇವತಾರಾಧನೆ, ಯಕ್ಷಾರಾಧನೆಗೆ ಪ್ರಾಧಾನ್ಯತೆ ಕೊರ್ನ ವಿಷಯ. ಯಾನೊಂಜಿ ಮಲಯಾಳದ ವಿಷಯಡು ಉಲ್ಪು ತಿನ್ಪುನಂಚಿನ ವ್ಯಕ್ತಿ ದಾನೆ ಬಂಡ ಮಲಯಾಳತೇನೆ ಕನ್ನಡಗೂ ಅನುವಾದ ಮಂತದ ಅವೇತೋ ರೀತಿ ಮಲಯಾಳದ ಆರಾಧನದ ಪದ್ಧತಿ ವಿಶಿಷ್ಟವಾಯಿನಿಂಚಿನೊಂಜಿ ಕ್ರಮಬದ್ಧವಾಯಿನಿಂಚಿನ ಕೇರಳದ ದೈವಂ ಪಂಡ ಮಲಯಾಳದ ತೆಯ್ಯಂ ಪನ್ಪೇರು. ಆ ರೀತಿ ವಿಶಿಷ್ಟವಾಯಿನಿಂಚಿನೊಂಜಿ ಪದ್ಧತಿ ಇತ್ತು. ನಾವು ಸಾಧಾರಣ ಕಾಸರಗೋಡು ಇಂಚಿಗೆ ಪೂರ ನಮಕ್ ಭಗವತಿ ಆರಾಧನೆ ಉಂಡು ನಾಡ ಕಾಸರಗೋಡು ಮಿತ್ತು ಅಂಚಿಗೆ ದುರ್ಗಾ ಪರಮೇಶ್ವರಿ ಆರಾಧನೆಗೆ ಪ್ರಾಧಾನ್ಯ ಇತ್ತಿನಂಚಿನ ಕ್ಷೇತ್ರ. ವಿಶಿಷ್ಟವಾದ ಸಾನ್ನಿಧ್ಯಗಳು ಇತ್ತಿನಂಚಿನ ವಿಷಯ ಎಂಕೆಲ ಊರದ ಅಖಿಲೇಶ್ ನಗುಮುಗ ಏಪಲ ನಗುಮುಗ ಆರು ದಾಯಪಂಡ ಆರಂಭಡು ಪ್ರಾರ್ಥನೆ ಅನಗ ಬಜಿ ಮಲಯಾಳ ಭಾಷೆದ ಬಗ್ಗೆ ಮಾತ್ರ ಇತ್ತು. ತುಳು ಭಾಷೆದ ಬಗ್ಗೆಲ, ಯಕ್ಷಗಾನದ ಬಗ್ಗೆಲ, ದೈವಾರಾಧನದ ಬಗ್ಗೆಲ, ಧರ್ಮಸ್ಥಳ ಗ್ರಾಮಾಭಿವೃದ್ಧಿ ಯೋಜನೆತ ಆರು ಒಂಜಿ ಪ್ರಧಾನವಾದ ಕಾಸರಗೋಡು ಅಧ್ಯಕ್ಷ ಆತು
ഏതോ മദ്യവർജന ശിബിരങ്ങൾ മാത്രമേ ഈ കള്ളു കുടിക്കുന്നവരെ ഒരു പിടിച്ച എത്ര ഒരു പുണ്യം അയാളെ വീട്ടിലൊക്കെ ഉണ്ട്. എത്രയോ കുടുംബം നല്ലതായിന്, എത്രയോ മദ്യവർജന ശിബിരങ്ങൾ ചെയ്തിട്ട് എത്രയോ കഷ്ടത്തിലുള്ള കുടുംബത്തിന് അതിന് ആ മദ്യവർജന ശിബിരം. അപ്പൊ അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഈ അമ്മ ഭഗവതിന്റെ ഒരു ആശീർവാദമാണ്. എന്തായെങ്കിലും എത്ര വലിയ ആളാട്ട് ഒരു വൃക്ഷത്തിൽ നല്ല ഒരു കായ് ഫലം പഴമാണെങ്കിൽ അതിന്റെ തായ് മുരട് നല്ല വേണം, തായ് പേര് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഏലിക്ക് വെള്ളം ഒഴിച്ചാൽ അത് വല്ലാവില്ല, മുരളിക്ക് വെള്ളം. അങ്ങനത്തെ ഒരു മുരടാണ് നമ്മളെ ഭഗവതി ക്ഷേത്രം. അങ്ങനത്തെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ഈ സ്വാമീജിന്റെ ഒക്കെ സ്വാമീജി സാധാരണ നോക്കൽ നമ്മൾ ತುಳ್ಟೊಂಜಿ ಗಾಂಧಾರಿ ಮುಂಚಿಂದು ಪನ್ಪೇರಿ ಗಾಂಧಾರಿ ಮೇಲೆ ಅಪ್ಪ ಆಯಾ ಭಾಷಣಲ ಆರ್ನ ಸಂದೇಶಲ ಆರ್ನ ಅನುಗ್ರಹಲ ಆರು ಮನ್ಪುಳಂಚಿನ ಕಾರ್ಯಲ ಅವು ಆರಿ ಮಣ್ಣಿಗೆ ಬತ್ತೇರಿ ಪಂಡ ಅದ್ಭುತ ಭಗವತಿಯೇ ಆರಿನ ಇಡೆಗೆ ಎಪ್ಪಡಾತಿರಿ ಪರ್ಪಡಾರಿ ಆರ್ನ ಕಾರ್ಯಕ್ಷೇತ್ರ ಅಂಚಿನ ಸ್ವಾಮೀಜಿನ ಎದುರು ನಾವು ഈ ബ്രഹ്മകലശ മുഖാന്തരം മാന്തരില ഇപ്പൊ ഒരു തറവാടിൽ എല്ലാവരും ഒരേപോലെ പണിയെടുക്കില്ല. ഇത് എങ്ങനെയെങ്കിലും തറവാടാണോ ഇത് നമുക്ക് വേണമെന്ന് പറയുന്ന ആൾക്കാർ, ചില ആൾക്കാർ നോക്കാം ഓർ മുമ്പോട്ട് പോകുന്നുണ്ട്. എങ്ങനെ ആക്കുന്നത് പിന്നെ ബൈൽ നോക്കുന്ന ആൾ പിന്നെ ഒരാൾ, അവർക്കൊന്നും പണിയില്ല എന്ന് പറയുന്ന ആൾ പിന്നെ ഒരാൾ, കുറച്ചെന്തോ കയ്യിൽ ലാഭം ഉണ്ടെന്ന് പറയുന്ന ആൾ, കടയൊക്കെ ബൈറാസിട്ടിട്ട് ബ്രഹ്മകലശത്തിന് വരുന്ന ആൾ പിന്നെ ഒരാൾ. അങ്ങനത്തെ വർഗത്തുള്ളൂ ആരാധന. നമുക്ക് അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും വന്നിന് രണ്ട് വാക്ക് സംസാരിക്കാൻ അവകാശപ്പെട്ട് ഈ ഭഗവതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളെ മന്ത്രമൂർത്തി ഗുളിക സന്നിധി വിശേഷമായി ജീർണോദ്ധാരം ആയിക്കൊണ്ടുണ്ട്. ഈ അമ്മേന്റെ ആശീർവാദ അനുഗ്രഹം കിട്ടിയ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. ಅದೇ ರೀತಿಯಲ್ಲಿ ಸ್ವಾಮಿಗಳು ಆರಾಧನೆ ಮಾಡುವ ದೇವರಿಗೆ ನಾವು ಇಲ್ಲಿಂದ ಆರತಿಯನ್ನು ಸಮರ್ಪಣೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಪುಷ್ಪಾವತಿ ಅಮ್ಮನವರು ಈ ಆರತಿಯನ್ನು ಸ್ವಾಮಿಗಳ ಅಮ್ಮ ಅಲ್ಲಿ ನಮ್ಮ ತರವಾಡಿನ ಒಂದು ಸ್ಮರಣಿಕೆ ಕೊಡ್ತಾರೆ. ಅದರ ಸ್ಮರಣಿಕೆಯಿಂದಲೂ ಅವರ ದೇವರಿಗೆ ಆರತಿಯಲ್ಲಿ ಆರತಿ ಮಾಡಿದ್ರೆ ಅದು ನಮಗೂ ಸಹ ಸಲ್ಲುತ್ತದೆ ಎಂಬ ದೃಷ್ಟಿಯಲ್ಲಿ ಆರತಿಯನ್ನು ಹಸ್ತಾಂತರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಇಲ್ಲಿಗೆ ಆಗಮಿಸಿದಂತಹ ಗೋಪಾಲಕೃಷ್ಣ ವಂತಿಚಾಲ್ ಅವರಿಗೆ ನಮ್ಮ ಸೆಕ್ರೆಟರಿ ಸುಕುಮಾರನ್ ಅವರು ಶಾಲಾ ಹಾಕಬೇಕು. ಅದೇ ರೀತಿ ಸ್ವಾಮೀಜಿಯವರವರಿಗೆ ಸ್ಮರಣಿಕೆ ನೀಡಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತಾನೆ. ಜ್ಯೋತಿರ್ಗಮಯ ಮೃತ್ಯೋರ್ಮಾ ಅಮೃತಂಗಮಯ. ಓಂ ಶಾಂತಿ ಶಾಂತಿ ಶಾಂತಿ. ಸರ್ವೇ ಭವಂತು ಸುಖಿನಃ, ಸರ್ವೇ ಸಂತು ನಿರಾಮಯಾಃ, ಸರ್ವೇ ಭದ್ರಾಣಿ ಪಶ್ಯಂತು, ಮಾ ಕಶ್ಚಿತ್ ದುಃಖಭಾಗ್ ಭವೇತ್. ಓಂ ಶಾಂತಿ ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನന്ദി പറയാൻ വേണ്ടി ನಮ್ಮ ತರವಾಡಿನ ജനറൽ സെക്രട്ടറി ആದ സുകുമാർ എടനീർ അവರನ್ನು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದಾನೆ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിശ്ചയിച്ച പ്രകാരം തന്നെ രാവിലെ വരെ പരിപാടികളൊക്കെ നടന്നു. രാവിലെ അത് കഴിഞ്ഞ് പെട്ടെന്നാണ് നമ്മളെ ക്ഷണം സ്വീകരിച്ച പോലെ തന്നെ മുമ്പ് പറഞ്ഞതനുസരിച്ച് അന്ന് സമയമില്ല എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും എനിക്ക് സമയമുണ്ട് അഖിലേഷ്, എനിക്ക് അങ്ങോട്ട് വന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വാമിജിയെ നമ്മൾ ക്ഷണിക്കുകയും ആ സ്വീകരണം രണ്ടാമത്തെ സ്വീകരണം അന്നായി എനിക്ക് നോട്ടീസിൽ പേരില്ലെങ്കിലും മറ്റു കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് അവിടെ നിന്ന് ഭഗവതിയമ്മയെ കാണണമെന്ന് പ്രതീക്ഷിച്ച് സ്വാമിജി നല്ല മനസ്സോടെ നമ്മളെ കാണാൻ വന്ന് ഞങ്ങളങ്ങനെ എടുത്തോളം സംസാരിച്ചു വരുമ്പോൾ എന്നോട് സ്വാമിജി പറഞ്ഞത് ഏറ്റവും എനിക്ക് വന്നതിൽ ഏറ്റവും വ്യത്യസ്തമായ നല്ലൊരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് ഏറ്റവും സന്തോഷം തന്ന സ്ഥലമാണ്, എനിക്ക് നിങ്ങളൊക്കെ എല്ലാം കാണുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നു എന്നിവരെ എന്നോട് പറയുന്നൊരവസ്ഥ സ്വാമിജിയെ കുറിച്ചിട്ട്. നമുക്ക് രണ്ട് വാക്ക് മലയാളം സംസാരിക്കാൻ പറ്റി, നമ്മൾ പറയുന്ന സ്വാമിജിക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വാമിജിക്ക് മലയാളം എല്ലാം പറയാൻ പറ്റില്ല എന്നാണ് സ്വാമിജി എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ ഇത്രയും വലിയ മഹത്തായ ഈ പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്വാമിജിയെ നമുക്ക് ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. സ്വാമിജി പറഞ്ഞു നമ്മുടെ ഈ പ്രതിഷ്ഠാ കാര്യങ്ങൾ നടക്കുമ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും പല വ്യത്യസ്ത ആളുകൾ ഉണ്ടാവാം. നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളെ കൈക്ക് 5 വിരലിൽ 5 വിരലും 5 സൈസാണ് എന്ന് പറയുന്ന പോലെ പല സൈസ് ആളുകളുണ്ടാവും. സ്വാമിജി പറഞ്ഞ അങ്ങനെയാണ്. കാരണം നമ്മുടെ പലയാളും മുടക്കാനുണ്ടാവും, പലയാളും നേരാക്കാനുണ്ടാവും, നേരാതിന് അവന് കാണട്ടെ എന്ന് പറയുന്നുണ്ടാവും, അല്ലേ? എങ്ങനെയൊക്കെ സ്വാമി പറഞ്ഞു.
മലയാളത്തിലാണ് സ്വാമി സംസാരിച്ചു തോന്നുന്നത് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു. അതെല്ലാം നമ്മുടെ എന്ത് പറഞ്ഞു, നമുക്ക് ഇന്നുണ്ടാകുന്ന ഇത്രയും കാലത്തുണ്ടായ ഇത്ര കാലം നമ്മൾ ഇത്ര അധ്വാനിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ആക്കിയതിൽ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഇതാണ്. ബഹുമാനിക്കാനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് നമുക്ക്. അംഗീകാരം എന്ന് പറയുന്നത് സ്വാമിജിയുടെ എത്തി നമ്മളങ്ങനെ അംഗീകാരം സ്വാമിജിയുടെ അധികം ഒരിച്ചില്ല. നമ്മുടെ കർണാടകയിലെ സ്വാമിജിയാണ് ഇവിടെ വന്ന് എഴുത്തങ്കാടി എന്ന് പറഞ്ഞ ഒരുപാട് ദൂരം നമുക്കുണ്ട്. അവിടെ നിന്ന് വന്ന് സ്വാമിജി നമ്മൾ എത്ര ഇതിൽ പറയുകയാണെങ്കിൽ സ്വാമിജിക്ക് അതൊരു അത്രയും സന്തോഷം സ്വാമിജിക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്വാമിജി കിട്ടിയ സന്തോഷത്തിനപ്പുറം നമ്മൾ വീണ്ടും ഒരു സന്തോഷം നിലക്ക് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഞങ്ങൾ ഇത്രയും അധ്വാനിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ആ സ്വാമിജി ഞങ്ങൾക്ക് തന്ന ഈ ബഹുമാനത്തിന് ഞാൻ അങ്ങോട്ടേക്ക് ഇന്നലെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ രീതിയിൽ എല്ലാവരുടെയും ഇവിടെ അകമഴിഞ്ഞ് സന്തോഷിച്ചും ഞങ്ങളെ സന്തോഷിപ്പിച്ച ആ സ്വാമിജി അവർക്ക് എൻ്റെയും ഈ തറവാടിൻ്റെയും ഭാഗമായിട്ടുള്ള കൂടിയ എല്ലാവരുടെയും പേരിൽ നല്ലൊരു നന്ദി ഞാൻ സ്വാമിജിക്ക് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഗോപാലകൃഷ്ണ ജോയ്സർ എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അവരും നമ്മളെ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, എത്തുന്നത് പറഞ്ഞില്ല. പക്ഷെ എന്തോ നമ്മളെ രാജ്യത്തിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു എത്തി. അത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മളിങ്ങനെയൊക്കെ ഒരു മഹത്തായ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്കകത്തേക്ക് നമ്മൾ പ്രമുഖർ നമ്മളെ വേദിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മൾ എന്ത് തന്നെ പൊന്തിച്ചുണ്ടാക്കിയാലും അതിനെ ഒരു കാണാനും അതിനെ നമുക്ക് ഇങ്ങനെ അഭിനന്ദനം അറിയിക്കാനും ഇങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമാണ്. എല്ലാവരും അങ്ങനെയല്ല. നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യാത്ര പോകുന്ന യാത്ര സുഖകരമായി വരാനാണല്ലോ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ആ യാത്രയിൽ നിന്ന് നമുക്ക് സന്തോഷം സുഖമായി വരികയാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ പറയും ഞാൻ പോയ യാത്രകളെല്ലാം സന്തോഷമായിരുന്നു എന്ന് പറയും. ആ സമയങ്ങളിലേക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഗോപാലകൃഷ്ണ സ്വാമിജി ജോയ്സർ അവരുകളെ എൻ്റെ പേരിലും ഈ തറവാടിൻ്റെ പേരിലും ഇവിടെ കൂടിയ എല്ലാ ഭക്തജനങ്ങളുടെ പേരും നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ യാദവസഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കൂടിയായ നമ്മുടെ രമേശ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രമേശ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ തറവാടാണെന്നാണ്. അത് നമുക്ക് ഏറ്റവും വലിയ ഗുണമാണ്. കാരണം ഭാര്യയുടെ തറവാട്ടിൽ വന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു വേദിയുടെ ഉണ്ടാക്കുകയും ആ വേദിനകത്ത് ഞാൻ പോയി ക്ഷണിക്കും. എനിക്ക് പിന്നെ രമേശേട്ടൻ്റെ പരിചയമില്ല, എന്നെയും അവർക്ക് പരിചയം ഉണ്ടാവില്ല. എന്നാലും എന്നോട് ഇവർ പറഞ്ഞു പിന്നെ ഇങ്ങനെ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പോയി ക്ഷണിച്ചു. നമ്മുടെ ഏട്ടൻ നമ്മുടെ കൂടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു നമ്മുടെ തറവാട്ട് കയറ്റിയാണെന്ന് നമ്മോട് പറഞ്ഞത്. അത് നമ്മളെ സ്വീകരിച്ച് ഇവിടെ എത്തിയതാണ്. നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെ ഭാര്യയുടെ തറവാടെന്ന് എന്ന പ്രതീക്ഷയോടെ നമ്മളെ തറവാട്ടിൽ നമുക്ക് അറിയിക്കാനും നമ്മളോട് രണ്ട് ഭാഗം സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ ഈ ഇതിൻ്റെ മുഹൂർത്തത്തിലേക്ക് നമ്മുടെ എത്തിച്ചേർന്ന രമേശേട്ടന് അവർക്കും എൻ്റെ പേരിലും ഈ തറവാടിൻ്റെ പേരിലും പ്രത്യേകം അറിയിക്കേണ്ട. കാരണം ഭാര്യയുടെ തറവാടാണ്. എന്നാലും നമ്മുടെ പേരിലും തറവാടിൻ്റെ പേരിലും ഇവിടെ കൂടിയ മൊത്തം ഭക്തജനങ്ങളുടെ പേരിലും പ്രധാനമായി ഞാൻ നന്ദി രമേശേട്ടനും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേദിനെ ധന്യമാക്കാൻ നമുക്ക് തറവാടിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഡോക്ടർ. നമ്മളെ എല്ലാ ഭാഷകളിലും നമ്മളെ തറവാടിന് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനെല്ലാം ഒരു എന്ത് പറഞ്ഞ ഇതൊക്കെ ജനമണ്ണിന് പേരിലും കൂടി നമ്മളെ സഹായവും കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ഈ പ്രാവശ്യം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അവർ നമ്മൾ ഈ വേദിയിലേക്ക് എത്തേണ്ടവരെ അധ്യക്ഷ സ്ഥാനം കൂടി അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ഡോക്ടറെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ പേരിലും തറവാട്ടിൻ്റെ പേരിലും അമ്മയുടെ ഈ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ കൃഷ്ണേട്ടൻ നമ്മളെ കൃഷ്ണൻ നായരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃഷ്ണൻ നായരെയും ഒരു നമ്മുടെ ഈ പ്രതിഷ്ഠാകാര്യം തീരുമാനിച്ച് നമ്മൾ ആഘോഷ കമ്മിറ്റി തുടങ്ങിയെന്ന് മുതൽ നമ്മളെ കൂടെ എന്നെ സുമാര എന്ന് വിളിച്ച് എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരു പരിചയം കൂടി ഉണ്ട് മുമ്പ്. എന്നാൽ ഇത് വെച്ചുകൊണ്ട് നമ്മളെ കൂടെ നല്ലൊരു സഹായത്തോടെ കൂടി നമ്മൾ ഇതുവരെ ഇടത്തേക്ക് എത്തിച്ചു. ഇന്നിപ്പോൾ ഇനി 2ാം ദിവസമായി. നാളെ ഒരു ദിവസത്തോടു കൂടി നമ്മൾ വീണ്ടും പിന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. എന്നാലും നമ്മൾ ആ പരിപാടി നല്ല ധന്യമാക്കാൻ നമ്മളെല്ലാം സഹായിക്കുന്ന ഒരു ആളെ നമ്മുടെ ചെയർമാൻ കൂടിയാണ് ഗോകുൽ കൃഷ്ണൻ നായർ. അവരുകളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത അവരുകൾക്ക് എൻ്റെ പേരിലും തറവാടിൻ്റെ പേരിലും പിന്നെ ഈ കൂടിയ മൊത്തം ഭക്തജനങ്ങളുടെ പേര് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ വിട്ടുപോയതാണ് സ്വാമിജിയുടെ കൂടെ രമേശ് എന്ന് പറയുന്നൊരു ആൾ വന്നിട്ടുണ്ട്. അവർക്ക് മലയാളം അറിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും ഈ തറവാട്ടങ്ങളുടെ പേരിലും ഇരുപത് കൂടി എല്ലാ ഭക്തജനങ്ങളും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ മുക്കുന്നത്തുകാവ് തറവാടിൻ അമ്പലത്തിൻ്റെ ക്ഷേത്ര പ്രസിഡന്റും കൂടിയാണ് നമ്മളെ കുഞ്ഞിക്കണ്ണേട്ടൻ. ഇപ്പോൾ നമ്മളെ ഭക്ഷണത്തിൻ്റെ നമ്മൾക്ക് ഏറ്റവും രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മളെ സഹായിച്ച് അന്ന് ആഘോഷ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് നല്ല സഹകരണം. എന്താണോ വേണ്ടത് എങ്ങനെയാണോ വേണ്ടത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി പറയുമ്പോൾ ആ ഭക്ഷണം എങ്ങനെ വേണമെന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമുക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ നല്ല ആളെയും കണ്ടെത്തി തന്നു. നല്ല രുചിയുള്ള ഭക്ഷണം വിളമ്പി തന്നു. നമ്മളതിനെല്ലാം നമ്മൾ പോയില്ലെങ്കിലും കണ്ണേട്ടൻ്റെ നേതൃത്വത്തിൽ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കണ്ണേട്ടൻ നമ്മളെ കൂടെ സഹായിക്കുന്നുണ്ട്. ആ കണ്ണേട്ടന് എൻ്റെ പേരിലും തറവാട് അംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയ മൊത്തം ഭക്തജനങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്.
അപ്പോൾ തന്നെ തറവാടച്ഛന് ഇതിന് പ്രത്യേകം നന്ദി പറയേണ്ടതില്ല. തറവാടച്ഛൻ നമ്മുടെ പ്രസിഡന്റും കൂടിയാണ്, കൂടെ ഇരിക്കേണ്ട ആൾ തന്നെ. എന്നാലും നമ്മുടെ തറവാട്ടിന്റെ പേരിൽ അച്ഛൻ എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ട്രഷറർ രാജുവേട്ടൻ യോഗത്തിൽ പങ്കെടുക്കുന്ന രാജുവേട്ടൻ തറവാട്ടുകാരനാണ്. രാജുവേട്ടനും ഈ തറവാട്ടിന്റെ വകയും ഈ കൂടിയ സദസ്സിന്റെ മൊത്തത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മളെ മാതൃസമിതിയുടെ പ്രസിഡന്റ് ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബേബിയേട്ടി തറവാട്ട് അംഗം തന്നെയല്ല. അതുകൊണ്ട് എല്ലാവരുടെ പേരിലും ഈ തറവാട്ടിനങ്ങളുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മൊത്തത്തിൽ എല്ലാവരും ഒന്നുകൂടി ഇവിടെ ഈ പരിപാടി ധന്യമാക്കാൻ ഇവിടെ പങ്കെടുത്ത ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും തറവാട്ടങ്ങളെയും എല്ലാവരെയും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ನಾನು ಇವತ್ತು ಈ ವನ್ನಾರತ್ ಭಗವತಿ ಕ್ಷೇತ್ರಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ನನಗೆ ತುಂಬ ಸಂತೋಷ ಆಯಿತು. ಇದು ಒಂದು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿದೆ. ಇದು
ನನಗೆ ತುಂಬ ಖುಷಿಯಾದದ್ದೇನಂತ, ನಾನು ಎಷ್ಟೋ ದೇವಸ್ಥಾನಗಳಿಗೆ ಹೋಗಿದ್ದೇನೆ, ಆದರೆ ಎಲ್ಲಿಯೂ ಇಂಥ ಗೌಜಿ ಗದ್ದಲ ಇಲ್ಲದಂತಹ ಬರೀ ಶಂಖನಾದದಿಂದ ಒಂದು ಎಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡುವಂಥ, ಪೂಜೆ ಮಾಡುವಂಥ ಬಹುಶಃ ನಾನು ಕಂಡ ಏಕೈಕ ದೇವಸ್ಥಾನ ಇದ್ದರೆ ಅದು ಹೊನ್ನಾರ ಭಗವತಿ ಈ ಒಂದು ದೇವಸ್ಥಾನ. ಇದು ಒಂದು ಸೌಮ್ಯ ಸ್ವರೂಪಿ, ಶಾಂತ ಸ್ವರೂಪಿ ದೇವರು ಇದು. ಈ ಒಂದು ದೇವಸ್ಥಾನ ಇನ್ನಷ್ಟು ಅಭಿವೃದ್ಧಿ ಆಗಬೇಕು, ಇಲ್ಲಿಗೆ ಬರಬೇಕು. ಇಲ್ಲೊಂದು ತುಂಬ ವಿಶೇಷವಾದಂಥ ಒಂದು ಸಾನ್ನಿಧ್ಯ ಇದೆ. ಒಂದು ದಿನದಲ್ಲಿ ಇನ್ನೊಂದು ದಿನ ಇದು ಒಂದು ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಅತೀ ದೊಡ್ಡ ದೇವಸ್ಥಾನ ಆಗಬೇಕಂತೇಳಿ ನಾನು ಭಗವತಿ ಮೂಕಾಂಬಿಕೆ ಹತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ. ಇಲ್ಲಿ ಎಲ್ಲ ಇನ್ನಷ್ಟು ಧಾರ್ಮಿಕ ಕೆಲಸ ಎಲ್ಲ ಆಗಿ ಈ ಬ್ರಹ್ಮಕಲಶವು ಒಳ್ಳೆಯದಾಗಿ ಜನರಿಗೆ ಒಂದು ದೊಡ್ಡ ಆಧ್ಯಾತ್ಮಿಕ ಕೇಂದ್ರ ಆಗಬೇಕಂತೇಳಿ ನಾನು ದೇವರ ಹತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ. ಎಲ್ರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ, ಎಲ್ಲರೂ ಬಂದು ಇಲ್ಲಿ ದರ್ಶನ ಮಾಡಬೇಕಂತೇಳಿ ನಾನು ವಿನಂತಿ ಮಾಡ್ತೇನೆ.